ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ച് അതിന് പാർട്ട് ന്യൂ നേരെ നമുക്ക് ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് സർക്കിൾ എടുക്കാം. സർക്കിൾ സെൻറ്റർ പോയിന്റ് സർക്കിൾ. ഓക്കെ. സ്മാർട്ട് ഡയമെൻഷൻ 40 mm. ഓക്കെ കൊടുക്കാം. നേരെ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് ബോസ് ബേസ് കാരണം നമുക്ക് 3D ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രൂഡ് ബോസ് ബേസ് പറയുന്നത്. അതിന് ബ്ലൈൻഡിൽ 60 mm 60. ഓക്കെ. ടോപ്പിലുള്ള ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. പിന്നെ അഗൈൻ സർക്കിൾ ഡയമീറ്റർ 38 mm. ഓക്കെ. അഗൈൻ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇതിനെ കട്ട് ചെയ്യും. എക്സ്ട്രൂഡ് കട്ട് ഡിസ്റ്റൻസ് വന്നിട്ട് 45 mm ഒരു കട്ടിങ്. ഓക്കെ കൊടുക്കാം. അഗൈൻ സെയിം ഫേസ് സെലക്ട് ചെയ്യുക. നോർമൽ ടു സ്കെച്ച് സർക്കിൾ 35 mm. സ്മാർട്ട് ഡയമെൻഷൻ എടുത്തിട്ട് 35 mm. ഓക്കെ. ഫീച്ചേഴ്സിൽ പോയിട്ട് അഗൈൻ എക്സ്ട്രൂഡ് കട്ട് ഓൺലി 5 mm. നമുക്ക് ഇൻസൈഡ് ഇതിൽ നമുക്കൊരു മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ പോളിഷ് ഗോൾഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോളിഷ് ഗോൾഡ്. നമുക്ക് വ്യൂ ചേഞ്ച് ചെയ്യാം. ഗോൾഡിന്റെ മെറ്റീരിയൽ ഇതിപ്പോൾ നമുക്ക് 2D കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷേപ്പ് ഉള്ളത്. കാണുമ്പോൾ ഓക്കെ. ഇനി നമുക്ക് റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് എലിപ്സ് നമ്മൾ 10th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് എലിപ്സ് സ്ട്രൈറ്റ്. അതിൻ്റെ ലെങ്ത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ വ്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ. നേരെ സ്മാർട്ട് ഡയമെൻഷൻ പോവാം. സെൻറ്റർ പോയിന്റിൽ നിന്ന് ഈ ലെങ്ത് 16.91. സെൻറ്റർ പോയിന്റ് ടു എൻഡ് പോയിന്റ് ടു സെൻറ്റർ പോയിന്റ് 17.40. ഓക്കെ. ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുണ്ട്. നമുക്ക് വ്യൂ ചേഞ്ച് ചെയ്യാം. 3D വ്യൂ. ഫീച്ചേഴ്സ് ഇപ്പോൾ എക്സ്ട്രൂഡ് കട്ട് മിഡ് പ്ലെയിനിൽ എടുത്തിട്ട് ഫുള്ളായിട്ട് ത്രൂ ആൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അഗൈൻ റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യാം. നോർമൽ ടു സ്കെച്ച് എടുക്കാം. ഒരു സെൻറ്റർ പോയിന്റ് റെക്ടാങ്കിൾ എടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഡയമെൻഷൻ 5 mm വിഡ്ത്ത് 30 mm. ലെങ്ത്തിൽ സെൻറ്റർ പോയിന്റും ഒറിജിൻ പോയിന്റും വെർട്ടിക്കൽ റിലേഷൻ. സ്മാർട്ട് ഡയമെൻഷൻ സെൻറ്റർ പോയിന്റ് ഒറിജിൻ പോയിന്റ് 3 mm. ഓക്കെ. നേരെ സെയിം ചെയ്ത പോലെ തന്നെ എക്സ്ട്രൂഡ് കട്ട് മിഡ് പ്ലെയിൻ ത്രൂ ആൾ. ഓക്കെ. കട്ടിങ് ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇവിടെയൊക്കെ കേർവ് ഉണ്ടാക്കണം. കേർവിന് നമുക്ക് ഫിലൈറ്റ് ചെയ്യാം. ഫിലൈറ്റ് 10 mm. ഈ എഡ്ജസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ എഡ്ജും ഓക്കെ. 10 mm.
again fillet 10 mm edge. Okay, ഇനി നമുക്ക് ഡൗൺ സൈഡിലും again ഒരു ഫില്ലറ്റ് 10 mm. ഇതാണ് നമുക്ക് ഹാമറിന്റെ അടിയിൽ. ഇത് തോർ ഹാമർ എന്ന സീരീസിലുള്ള ലാസ്റ്റ് പാർട്ടുകളാണ്. ഇത് 4th പാർട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഹാമറിന്റെ സ്റ്റിക്ക്, ലോക്ക്, ഇന്റർലോക്ക്, ഇതിന് നമുക്ക് അവസാനമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ടോപ്പ് സൈഡിലുള്ള ക്യാപ്പാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.